ആഗോള രാഷ്ട്രീയത്തിന്റെ കളിത്തട്ടിൽ പശ്ചിമേഷ്യയും തെക്കേഷ്യയും എപ്പോഴും അതീവ നയതന്ത്ര പ്രാധാന്യമുള്ള മേഖലകളാണ്. അമേരിക്ക ഇറാൻ നയതന്ത്ര ചർച്ചകളും ആഗോള ഉപരോധങ്ങളും സൃഷ്ടിച്ച അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ലോകരാഷ്ട്രീയ സമവാക്യങ്ങളെ ഒട്ടാകെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. പാകിസ്ഥാൻ സന്ദർശനത്തിനിടെ അദ്ദേഹം മുന്നോട്ട് വെച്ച മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു ഐക്യ സുരക്ഷാ മുന്നണി എന്ന ആശയം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത സുരക്ഷാ വെല്ലുവിളികളെയും വിദേശ ഇടപെടലുകളെയും പ്രതിരോധിക്കാൻ ഇസ്ലാമിക ലോകത്തിന്റെ ഐക്യം അത്യന്താപേക്ഷിതമാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഇറാന്റെ ഈ പുതിയ നയതന്ത്ര നീക്കം. ഇറാൻ പ്രസിഡന്റിന്റെ പാകിസ്ഥാൻ സന്ദർശനം വെറുമൊരു ഉഭയകക്ഷി ചർച്ച മാത്രമായിരുന്നില്ല, മറിച്ച് പശ്ചിമേഷ്യയിലും ഇസ്ലാമിക ലോകത്തും പുതിയൊരു പ്രതിരോധ കൂട്ടായ്മ കെട്ടിപ്പടുക്കാനുള്ള കൃത്യമായ പദ്ധതിയായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്നത്. പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായത്. പൊതുവായ ശത്രുക്കളെയും വെല്ലുവിളികളെയും നേരിടാൻ ഇസ്ലാമിക ഐക്യം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുതിയൊരു പ്രാദേശിക സുരക്ഷാ ഘടന രൂപീകരിക്കുന്നതിനായി പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി, ഖത്തർ തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളിലേക്ക് തങ്ങൾ സൗഹൃദത്തിന്റെ കൈകൾ നീട്ടുകയാണെന്ന് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചു. പരസ്പരമുള്ള തർക്കങ്ങൾ മാറ്റിവെച്ച് പ്രതിരോധ രംഗത്ത് ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇറാൻ പ്രസിഡന്റ് അടിവരയിട്ട് പറഞ്ഞത്. ഇറാന്റെ ഈ പുതിയ സുരക്ഷാ മുന്നണിയുടെ ഘടന പരിശോധിച്ചാൽ കൗതുകകരമായ ചില തന്ത്രങ്ങളും ദൃശ്യമാകും. ഗൾഫ് മേഖലയിലെ ചില രാജ്യങ്ങളെ തന്ത്രപരമായി മാറ്റി നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ ശക്തമായ സൈനിക സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളെ ഒപ്പം നിർത്താനാണ് ഇറാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. മേഖലയിൽ തങ്ങൾക്കെതിരെ നിൽക്കുന്ന സഖ്യങ്ങളെ പ്രതിരോധിക്കാൻ ഇത്തരമൊരു വലിയ കൂട്ടായ്മ ഇറാൻ അനിവാര്യമാണ്. തന്റെ പ്രസംഗത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിലുള്ള സാംസ്കാരികവും ആശയപരവുമായ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പെസഷ്കിയാൻ തിരഞ്ഞെടുത്തത് പ്രശസ്ത കവിയും ചിന്തകനുമായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ കവിതാശകലങ്ങളായിരുന്നു. ഇസ്ലാമിക നവോത്ഥാനത്തിനും ഐക്യത്തിനും വേണ്ടി നിലകൊണ്ട അദ്ദേഹത്തിന്റെ വരികൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വൈകാരിക ബന്ധത്തെ ദൃഢമാക്കാനും മുസ്ലിം ലോകത്തിന് ഒത്തുചേരാനുള്ള പ്രേരണ നൽകാനും ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അമേരിക്കയുമായുള്ള ധാരണാപത്രങ്ങളെക്കുറിച്ചും ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന ഊഹാപോഹങ്ങൾക്ക് ഇറാൻ പ്രസിഡന്റ് കൃത്യമായ മറുപടി നൽകി. അമേരിക്കയുമായി ഒപ്പുവെച്ച ചർച്ചകളിലോ ധാരണാപത്രങ്ങളിലോ ഇറാന്റെ മിസൈൽ പദ്ധതികളെക്കുറിച്ച് യാതൊരുവിധ പരാമർശവും ഇല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തങ്ങളുടെ ആയുധ മിസൈൽ ശേഷി രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും കാത്തു സൂക്ഷിക്കുന്നതിനുള്ളതാണെന്നും അതിൽ ബാഹ്യശക്തികളുമായി യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും രാജ്യം തയ്യാറല്ലെന്നും അദ്ദേഹം കർശനമായി തന്നെ പ്രഖ്യാപിച്ചു. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇസ്രയേലിനും നൽകിയ കൃത്യമായ മുന്നറിയിപ്പായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തെയും അദ്ദേഹത്തിന്റെ സുരക്ഷാ മുന്നണി എന്ന ആശയത്തെയും ഇരു കൈകളും നീട്ടിയാണ് പാകിസ്ഥാൻ സ്വീകരിച്ചതും. ഇറാൻ പ്രസിഡന്റിന്റെ ദീർഘവീക്ഷണമുള്ള നേതാവെന്ന് വിശേഷിപ്പിച്ച പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അചഞ്ചലമായ സൗഹൃദം ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. ഇറാന്റെ വിജയം നമ്മുടെ വിജയമാണ്, ഇറാന്റെ നഷ്ടം നമ്മുടെ നഷ്ടമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇരു രാജ്യങ്ങളും എപ്പോഴും ഒന്നിച്ചു നിൽക്കും. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുടെ വിയോഗത്തിൽ അദ്ദേഹം പാകിസ്ഥാൻ ജനതയുടെ പേരിലുള്ള കടുത്ത അനുശോചനവും രേഖപ്പെടുത്തി. കൂടാതെ വിയോഗം സംഭവിച്ച ഇറാൻ നേതാക്കൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി അടുത്തയാഴ്ച താൻ നേരിട്ട് ഇറാൻ സന്ദർശിക്കുമെന്നും ഷെഹ്ബാസ് ഷെരീഫ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയരുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ആഗോളതലത്തിലെ പ്രത്യാഘാതങ്ങളും US-ഇസ്രയേൽ സഖ്യത്തിന്റെ ആശങ്കകളും അമേരിക്ക ഇറാൻ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെ രൂപപ്പെടുന്ന ഈ പുതിയ സഖ്യ നീക്കങ്ങളെ അതീവ ഉത്കണ്ഠയോടെയാണ് പാശ്ചാത്യ ലോകവും ഇസ്രയേലും വീക്ഷിക്കുന്നത്. ഈ പുതിയ നീക്കം മേഖലയിൽ പലവിധത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. മിഡിൽ ഈസ്റ്റിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന അമേരിക്കൻ സൈനിക രാഷ്ട്രീയ മേധാവിത്വത്തെ വെല്ലുവിളിക്കാൻ ഈ മുസ്ലിം സുരക്ഷാ മുന്നണിക്ക് കഴിഞ്ഞേക്കും. അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേലിനും ഇറാന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിരോധ വലയം രൂപപ്പെടുന്നത് കടുത്ത തിരിച്ചടിയുമാകും. ചരിത്രപരമായി ശത്രുതയിലായിരുന്ന സൗദി അറേബ്യയെ കൂടി ഈ സുരക്ഷാ മുന്നണിയിലേക്ക് ഇറാൻ ക്ഷണിച്ചത് പശ്ചിമേഷ്യയിലെ ഷിയ സുന്നി ഭേദമന്യേയുള്ള ഒരു പുതിയ ഐക്യത്തിനുള്ള ശ്രമമായി കാണാം. ആഹ്വാനം വളരെ ശക്തമാണെങ്കിലും ഈ ഐക്യ സുരക്ഷാ മുന്നണി പ്രായോഗികമാക്കുന്നതിൽ ഇറാനും പാകിസ്ഥാനും നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. സൗദി അറേബ്യ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുമായി കടുത്ത സാമ്പത്തിക സൈനിക ബന്ധങ്ങളുമുണ്ട്. അതിനാൽ തന്നെ അമേരിക്കയെ പൂർണ്ണമായും പിണക്കിക്കൊണ്ട് ഇറാന്റെ കീഴിലുള്ള ഒരു സുരക്ഷാ സഖ്യത്തിൽ ഇവർ എത്രത്തോളം പങ്കാളികളാകുമെന്നതും കണ്ടറിയണം. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധികളും ആഗോളതലത്തിലുള്ള സമ്മർദ്ദങ്ങളും ഈ നീക്കത്തെ ബാധിച്ചേക്കാം. പശ്ചിമേഷ്യൻ നയതന്ത്ര ചരിത്രത്തിലൊരു പുതിയ അധ്യായത്തിനാണ് ഇറാൻ പ്രസിഡന്റിന്റെ പാകിസ്ഥാൻ സന്ദർശനം തുടക്കം കുറിച്ചിരിക്കുന്നത്. മതപരമായ ഐക്യത്തിന്റെ പേരിൽ ഉയർത്തുന്ന ഈ പുതിയ സുരക്ഷാ മുന്നണി വെറുമൊരു പ്രഖ്യാപനമായി ഒതുങ്ങുമോ അതോ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളിലൂടെ മാത്രമേ വ്യക്തമാകൂ. എന്തായാലും ഇറാന്റെ മിസൈൽ ശേഷിയിലുള്ള ഉറച്ച നിലപാടും പാകിസ്ഥാന്റെ പൂർണ്ണ പിന്തുണയും ചേർന്ന് അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു ചേരിതിരിവിനും ഗൗരവമേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറക്കുമെന്നത് ഉറപ്പാണ്.